ഒരു വൃക്ഷം നടാൻ ഏറ്റവും ഉചിതമായ സമയം 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി അടുത്ത ഏറ്റവും ബെസ്റ്റ് ടൈം ഇന്നാണ്. അതേപോലെ അത് പറയുമ്പോൾ 40 വയസ്സിന് മുമ്പുള്ള ആൾക്കാർക്കല്ല, 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക്, 60 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ സമയം കഴിഞ്ഞു പോയി എന്ന് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അവർക്കും തുടങ്ങാം അല്ലേ? ഇപ്പം ബിസിനസ്സുകാർ പറയുമ്പോൾ പറയും നമ്മുടെ കൃഷ്ണൻ നായർ, അദ്ദേഹം മറ്റേ ലീല ഹോട്ടൽ തുടങ്ങുന്നത് 57 വയസ്സിലാണ്. കേണൽ സാൻഡേഴ്സൺ 62 വയസ്സിലാണ് അയാളെ KFC തുടങ്ങുന്നത്. അപ്പൊ ഇതിലെന്തെങ്കിലും വയസ്സിന്റെ കാര്യങ്ങൾ ഈ ഈവൻ 70-80 വയസ്സുള്ള ആളുകൾ മൗണ്ടനിയറിംഗിൽ പോകുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ ഏത് വയസ്സല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം. അപ്പൊ നമ്മളെ വയസ്സ് എന്ന് പറഞ്ഞപ്പോൾ 60 വയസ്സിന് ശേഷം ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, കുറെ ആളുകളില്ല. മനസ്സിലായി? അതെന്താ കാര്യം? അവർ കൃത്യമായിട്ട് അവർക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ഓരോരുത്തരെ സംബന്ധിച്ചുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഡെഫിനേഷൻ, നിർവചനം എന്താന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണോ ഇരിക്കണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. കാരണം എന്താ വെച്ചാൽ അത് മറ്റൊരാളുടെ അജണ്ട അല്ല. മനസ്സിലായോ? ഇത് പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ 60 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ 70 വയസ്സ് കഴിയുമ്പോൾ ഞാൻ വൃദ്ധനായെന്ന് സ്വയം തോന്നുന്ന ഒരാളോട് നമുക്കൊന്നും പറയാനില്ല. മറിച്ച് ഞാൻ ഇപ്പോഴും ഒരു യുവത്വം എന്നിലുണ്ട് എന്ന് പറയുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാനാണ് സത്യത്തിൽ ഈ നരേൻ സ്ലോ ട്രൈബിന്റെ പ്രധാന ഉദ്ദേശം.